ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒട്ടും വിട്ടുമാറാത്ത എന്തെല്ലാം പരീക്ഷിച്ചിട്ടും മാറുന്നില്ല എന്നുള്ള പിഗ്മെൻറ്റേഷന് നല്ല അടിപൊളി ഒരു റെമഡിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരുപാട് വിലയൊന്നും ഉള്ള സംഭവമൊന്നുമല്ല. രണ്ട് സാധനങ്ങൾ, വീട്ടിലുള്ള 2 അല്ലെങ്കിൽ 3 ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഒരുപാട് സാധനങ്ങളൊന്നും തന്നെ ഇല്ല. വളരെ യൂസ്ഫുള്ളാണ്, പക്ഷേ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കണം. ഈ പറഞ്ഞ റെമഡികളെല്ലാം തന്നെ നമ്മൾ റിസൾട്ട് കിട്ടുന്നത് വരെ മിനിമം ഒരു മാസമെങ്കിലും ഉപയോഗിച്ചെങ്കിലേ അതിൻ്റെ പൂർണ്ണമായ റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്ലാക്സ് സീഡ്സ് ആണ്. ഇന്ന് ഒട്ടുമിക്ക കടകളിലെല്ലാം കിട്ടുന്നതാണ് ഫ്ലാക്സ് സീഡ്സ്. നാട്ടിലൊക്കെ ആണെങ്കിൽ വളരെ വിരളമായിട്ട് സൂപ്പർ മാർക്കറ്റിലോ മറ്റൊക്കെ കാണത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ്. ഒരുപാട് വിലയൊന്നുമില്ല. പക്ഷേ ഇവിടെയൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ മിക്ക കടകളിലും നമ്മൾ കടല, പയർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെ കൂട്ടത്തിൽ കാണുന്നതാണ് ഫ്ലാക്സ് സീഡ്. ഇവിടെയുള്ള ആൾക്കാർ ഇത് പൊടിച്ച് കഴിക്കുന്നുണ്ട്, ഒരു ചമ്മന്തി പോലെ. ഞാൻ ഉടനെ തന്നെ ഫ്ലാക്സ് സീഡിൻ്റെ ചമ്മന്തിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ ഇത് വെയിറ്റ് ലോസിനും നമ്മൾ മുടിയിൽ ഉപയോഗിക്കുന്ന മുടി വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടുന്നത് ഫ്ലാക്സ് സീഡിനെ വെയിലത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കുക. നന്നായിട്ടൊന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും. പൊടിയാൻ ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വല്ലാതെ ചതഞ്ഞ് അതിനൊരു തെന്നൽ പോലെയുണ്ട്. അതല്ല, നന്നായിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ തീർച്ചയായും പൊടിയും. അതുകൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതിനകത്തേക്ക് ഇത് തിളപ്പിക്കാത്ത ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തണുത്ത പാലാണ്, തിളപ്പിച്ച പാലല്ല ചേർക്കേണ്ടുന്നത്. എത്രയാണോ ഇതിന് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ളത് അല്പാൽപമായിട്ട് ചേർത്ത് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇത് പാലും ഫ്ലാക്സ് സീഡിൻ്റെ പൗഡറും കൂടെ ചേർന്ന് വരുമ്പോൾ ആദ്യം കുറച്ച് ലൂസായിട്ട് തോന്നും. പിന്നീട് നമ്മൾ ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ വല്ലാതെ ഒന്ന് കട്ടിയാവും. അതിനനുസരിച്ച് മാത്രമേ പാല് ചേർത്ത് കൊടുക്കാവൂ. പിന്നെ ഒരു 2-3 മിനിറ്റ് നമ്മൾ വെച്ചേക്കുമ്പോൾ തന്നെ വല്ലാതെ വലിഞ്ഞു മുറുകി വീണ്ടും ഒരു ടൈറ്റ്നസ് അനുഭവപ്പെടും. അതുകൊണ്ട് പാല് ഒത്തിരി ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. പിന്നെ ഇതിൻ്റെ ലിക്വിഡിറ്റി കറക്റ്റാക്കാനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് റോസ് വാട്ടറാണ്. അല്പാൽപമായിട്ട് റോസ് വാട്ടർ ചേർത്ത് കൊടുത്ത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതിനെ ആക്കിയെടുക്കാം. ആദ്യം ഇളക്കി ചേർത്ത് വെച്ചേക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് കറക്റ്റാണെന്ന്. പക്ഷേ വീണ്ടും ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ വീണ്ടും ഇതൊന്ന് ഹാർഡായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ റോസ് വാട്ടർ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ഇതുവരെയും ചാനലിൽ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക. നല്ല ഏതെങ്കിലും ഫേസ് വാഷോ അല്ലെങ്കിൽ കടലമാവോ ഉപയോഗിച്ച് മുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷം, നമുക്ക് മുഖത്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണമെന്നില്ല. എവിടെയൊക്കെയാണോ പിഗ്മെൻറ്റേഷൻ അഥവാ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളത് ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് അപ്ലൈ ചെയ്താൽ മതിയാവും. എനിക്ക് നേരത്തെ എൻ്റെ തുടക്കത്തിലുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, ശരിക്കും നല്ല കറുത്ത പാടുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഹോം റെമഡീസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത്രയെങ്കിലുമൊക്കെ വ്യത്യാസം വന്നിട്ടുള്ളത്. ഇപ്പോഴും കുറച്ച് പുരികത്തിൻ്റെ സൈഡിലും ഒക്കെ ചെറിയ അടയാളങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇപ്പോഴും വീണ്ടും ഇതുപോലെയുള്ള റെമഡീസ് പരീക്ഷിച്ചാണ് റിസൾട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ അപ്ലൈ ചെയ്യുക. ഒരു 20 മിനിറ്റെങ്കിലും ഇതിനെ ഉണങ്ങാൻ അനുവദിക്കുക. ഇനിയിപ്പോൾ നമുക്ക് മുഖം മൊത്തം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അപ്ലൈ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായ ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് ഉണങ്ങിയതിന് ശേഷം കഴുകിക്കളയുക. നോർമൽ വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്ത് കളയാവുന്നതിനാണ്. വാഷ് ചെയ്തതിന് ശേഷം റോസ് വാട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യുക മുഖത്ത്. അതിനുശേഷം മുഖം മോയ്സ്ചറൈസ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത പുതിയൊരു വീഡിയോയിലൂടെ ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.